വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു 1 പോട്ട് മഷ്റൂം റൈസ് ആണ്. ഇതൊരു നല്ല ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടെയാണ്. ഇതിന് നമുക്ക് ആവശ്യമുള്ള 1 കപ്പ് ബാസ്മതി റൈസ്. ഇത് ഒരു 3-4 പ്രാവശ്യം നല്ലോണം കഴുകി വെള്ളം ക്ലിയർ ആവുന്നവരെ, എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ 20 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് വെള്ളം കളഞ്ഞു വെക്കണം. 200 ഗ്രാംസ് മഷ്റൂമാണ്. ഒരു 3-4 കഷ്ണത്തിൽ ഒരു മഷ്റൂം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം ആണ്. ഇതിൽ ഞാൻ 3 കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കളർഫുൾ ആവും, കുട്ടികൾക്കും ഒരു അട്രാക്റ്റീവ് ആവും. അത് ഒരു കളറേ ഉള്ളെങ്കിൽ ഒരു കളറാണെങ്കിലും എടുക്കാം. പിന്നെ ഗാർലിക് 1 ടേബിൾ സ്പൂൺ ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം. സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീൻസ് ലാസ്റ്റിൽ ഗാർണിഷ് ചെയ്യാൻ. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ച്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് 1 ടീസ്പൂൺ എണ്ണ അതിലേക്ക് ആഡ് ചെയ്യുക. ആൻഡ് 1 കഷ്ണം ബട്ടർ മെൽറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ഗാർലിക് അതിലേക്ക് ആഡ് ചെയ്ത് ഒരു 1 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്യുക. ഗാർലിക്കിൻ്റെ റോ സ്മെല്ല് പോവാനായിട്ട് ആൻഡ് ഗാർലിക് കുക്കാവാൻ വേണ്ടി. ഗാർലിക് കുക്കാവുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച് ഒരു സവോള ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം വഴറ്റുക. നമ്മളിപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സവോള വേഗം കുക്കാവാൻ വേണ്ടി. നമ്മളിതിൽ സോയാ സോസും ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യണം. ഇനി സവോള ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സോഫ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ മഷ്റൂം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു 5 to 6 മിനിറ്റ്സ് നല്ലോണം മഷ്റൂം കുക്കാവണ വരെ സോത്തേ ചെയ്ത് കൊടുക്കണം. മഷ്റൂമിൽ വെള്ളമുണ്ട്, അപ്പോൾ അത് പതുക്കെ ഇറങ്ങും. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ് കൂടെ ആഡ് ചെയ്യും, ഒരു നല്ല ഫ്ലേവർ ആൻഡ് ടേസ്റ്റിന് വേണ്ടി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ആൻഡ് കുക്ക് ചെയ്യുക. ഇപ്പം മഷ്റൂം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സുക്കീനി, കോണൊക്കെ ഇതിൻ്റെ കൂടെ നല്ലോണം പോകുന്ന വെജിറ്റബിൾസാണ്. നല്ലോണം സോത്തേ ചെയ്ത് ഒരു 2-3 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം സോത്തേ ചെയ്യുക 1 മിനിറ്റും കൂടെ. സോയാ സോസിൽ സോൾട്ട് ഉണ്ട്, അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ആദ്യത്തെ സോൾട്ട് ആഡ് ചെയ്യണം. ഇനി നമ്മൾ വാഷ് ചെയ്ത് വെള്ളം കളഞ്ഞു വെച്ച അരി ഇതിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് എല്ലാ ഗ്രെയിൻ അരി നല്ലോണം കോട്ട് ചെയ്യണം ഈ മിക്സ് വെച്ചിട്ട്. എന്നാലേ ആ ഫ്ലേവറൊക്കെ നല്ലോണം അരിയിലും പിടിക്കുകയുള്ളൂ. നല്ലോണം വെള്ളം വറ്റണം. എന്നിട്ട് നമ്മൾ 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് 1 കപ്പ് അരിക്ക് വേണ്ടി. സോൾട്ട് നോക്കിയിട്ട് സോൾട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കവർ ചെയ്ത് സ്ലോ ഫ്ലെയിമിൽ നമ്മൾ 10-12 മിനിറ്റ് കുക്കാവുന്നവരെ കുക്ക് ചെയ്യും. ഇനി ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ തുറന്നിട്ട് ഇളക്കി ഈവൻ കുക്കിങ്ങിന് വേണ്ടിയാണ് ഇത് ചെയ്യണേ. ഇനി നമ്മൾ പിന്നെയും അടച്ചു വെച്ചിട്ട് അരി വേവുന്നവരെ കുക്ക് ചെയ്യും. ഇപ്പോൾ ഒരു തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അരി വെന്തിട്ടുണ്ട് ആൻഡ് വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വയ്ക്കും. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തുറക്കുക. നമ്മുടെ അരി എല്ലാം നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നല്ലോണം വെന്തെല്ലാം. സ്പ്രിംഗ് അണിയൻ ഗ്രീൻസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുക. എന്നിട്ട് ഒരു ഫോക്ക് വെച്ചിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. വേറെ വലിയ സ്പൂൺ വെച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മുടെ ഓരോ ഗ്രെയിൻ അരി നല്ലോണം സെപ്പറേറ്റ് ആയിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു റെസിപ്പിയാണ്, കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാവും. ആൻഡ് ലഞ്ച് ബോക്സിലും കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറെൻറ്റ് നൈസ് റെസിപ്പിയാണ്. വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.